അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല. ഇവിടെ എന്ത് പറയണ ഞാൻ തീരുമാനിക്കും. ചേട്ടാ അമ്മ എന്റെ അടുത്ത് അനാവശ്യം പറയാം. അമ്മ എന്റെ അടുത്ത് പറയുവാ രാവിലെ ഉറക്കം എണീക്കാൻ, അതും 5 മണി വരെ ഉറക്കം അടിച്ചിരിക്കുന്ന എന്റെ അടുത്ത്. എങ്ങനെയുണ്ട് നിന്റെ പെണ്ണുപിള്ള? എന്നിട്ട് എന്താ ചേട്ടാ, ഞാൻ അവർക്ക് രാവിലെ എന്റെ ചായ ഇട്ട് കൊടുത്തു. ചായ ഇട്ട്, പക്ഷെ ചായ പാത്രത്തിൽ അനങ്ങുന്നില്ല. എടാ നിന്റെ അച്ഛൻ വെട്ടി വെച്ച് റബ്ബറും പാലെടുത്ത് അവള് ചായ ഇട്ടത്. ഉറക്കപ്പിച്ചില്ല അറിയാതെ. നിങ്ങൾക്ക് അറിയോ ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാറിൽ ഒരു ഉപ്പ് വാരി ഇടും. അല്ല ഇന്നേവരെ ഞാൻ ഇവിടുന്ന് സാമ്പാറിന് ഉപ്പ് കൂടുതലില്ലായിരുന്നല്ല. അത് പിന്നെ നിങ്ങളുടെ അമ്മ ഉപ്പ് വാരി ഇടുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഇടാറില്ല. ഇവളിങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്നും വെക്കത്തില്ല. എങ്കിൽ ഞാൻ കിച്ചണിലും കയറാം. ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ട, ഞാനേ ഫുഡ് ഓർഡർ ചെയ്ത് വരുത്താം. പ്രശ്നം തീർന്നില്ല. പൊളിച്ച് നമുക്ക് ഡെയിലി ഇങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് വരുത്താം. പിന്നെ എന്റെ റൂമിൽ ഇവിടെ ഒരു AC വാങ്ങിച്ചു തരാൻ പറഞ്ഞു കേട്ടോ. ചേട്ടാ ഇവരെടുത്ത് എന്റെ റൂമിൽ വന്ന് AC വിളന്ന് ഇന്നത്തോടുകൂടി നിർത്താൻ പറഞ്ഞു. AC ഞാൻ മേടിച്ചു കൊടുക്കാം. നമ്മുടെ ഓക്സിജനിലെ പമ്പിച്ച വിലക്കുറവുമായിട്ട് ഓണം ഓഫറുകളുടെ കലാശക്കൊണ്ടുണ്ട്. ഈ ഓക്സിജന്റെ കാര്യമൊക്കെ എങ്ങനെ അറിയാം? അത് ഞാൻ ഒരു CCTV ക്യാമറ ഓക്സിജനിൽ മേടിച്ച് ആ ഹോളിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയുണ്ട്?